കാന്താരി സാൽമൺ, അതായത് സാൽമൺ ഫിഷ് വെച്ചിട്ട് ഒരു കാന്താരി സാൽമൻ്റെ ഒരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഇവിടെ എനിക്ക് എരി ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കാന്താരി ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയെല്ലാം ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. നാട്ടിൽ നമുക്ക് പച്ച കാന്താരിയോ അല്ലെങ്കിൽ വെളുത്ത നിറത്തിലുള്ള കാന്താരി ഏത് വേണമെങ്കിലും ഈ ഡിഷിന് ഉപയോഗിക്കാം. ദശ കട്ടിയുള്ള മീൻ വേണം ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇവിടുന്ന് ഞാൻ വാങ്ങിച്ച സാൽമൻ്റെ ഒരു പീസാണിത്. ഇവിടെ സാൽമന് നല്ല വിലയാണ്. ഇതിന് ഇനിയിപ്പം $12. അപ്പോൾ ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്യുന്നത് മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രം ഉപയോഗിച്ചിട്ടാണ് മാരിനേറ്റ് ചെയ്യുന്നത്. ഇത് സൗത്ത് ഇന്ത്യൻ ഡിഷ് കഴിക്കുന്നവർക്കും ഇഷ്ടമാവും ഈ ഡിഷ്. എന്നാൽ കനേഡിയൻ ഫുഡ് ഇഷ്ടമാവുന്നവർക്കും ഈ ഡിഷ് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ പാൻ ചൂടായിട്ട് നമ്മൾ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ശകലം മതിയാവും. ഞാൻ ഇതുപോലെയുള്ള വെജിറ്റബിൾ ഓയിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതിവിടെ വാങ്ങാൻ കിട്ടുന്നതാണ്. ഈ ജിഞ്ചറും ഗാർലിക്കും ഉപയോഗിക്കുക. ജിഞ്ചറും ഗാർലിക്കും നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ച് ഇതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഫ്ലേവർ കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് എന്നിട്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് ബ്രൗൺ നിറാവുന്നത് വരെ ജസ്റ്റ് ഒന്ന് അതിനൊന്ന് ജിഞ്ചറും ഗാർലിക്കും നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിനകത്ത് തക്കാളി ഒന്നും ചേർത്തിട്ടില്ല. ഇതിനകത്ത് പകരം നമ്മൾ തേങ്ങാപ്പാലാണ് ഇതിനകത്ത് ഒഴിക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രൗൺ നിറം ആക്കുന്നത് വരെ ഇത് ഇളക്കി കൊടുത്താൽ മതിയാകും. ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ നല്ലപോലെ തിളച്ചിട്ട് വേണം ഫിഷ് ഇട്ട് കൊടുക്കാൻ. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാൽമൺ ഫിഷ് ഇട്ട് കൊടുക്കുക. ഇതിട്ട് കൊടുത്ത് ഇതൊന്ന് നല്ലതായിട്ട് കുറുകി വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ഡിഷ് റെഡി ആയി കഴിഞ്ഞു. പിന്നെ നമുക്ക് സെർവ് ചെയ്യുന്ന ജോലിയുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് തേങ്ങാപ്പാലിൽ നമുക്ക് ഇച്ചിരി സ്വീറ്റ് ആയതുകൊണ്ട് ഇച്ചിരി ഒരു ഉപ്പിട്ട് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ കറി റെഡി ആയി കഴിഞ്ഞു. നമുക്കത് സെർവ് ചെയ്യാം പാത്രത്തിലോട്ട്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിഷാണ് സാൽമൺ. നമ്മൾ ഫുഡ് ആർക്ക് സെർവ് ചെയ്താലും അത് നല്ല രീതിയിൽ സെർവ് ചെയ്യുക, നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് സെർവ് ചെയ്യുക. അപ്പോഴായിരിക്കും ആ കഴിക്കുന്ന ആൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. അപ്പം ആഹാരം കഴിക്കുന്നതോടൊപ്പം തന്നെ അവരെ മനസ്സ് നിറയണമല്ലോ. അപ്പോൾ അത് ഇതുപോലെ നല്ല രീതിയിൽ സെർവ് ചെയ്യണം. കാര്യം ഞാനിപ്പം ചോറ് എടുത്തിരിക്കുകയാണ്. ചോറിൻ്റെ കൂടെ തന്നെ സാലഡും, സാലഡിൻ്റെ കൂടെ തന്നെ സാൽമൺ ഫിഷുമാണ് റെഡി ആയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ സെർവ് ചെയ്യും.